Hey guys, I am Divya Lakshmi, consultant psychologist. So, do you guys have any idea regarding what will be our topic today? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എംപതി ഡെഫിസിറ്റ് ഡിസോർഡർ. ഈ എംപതി ഡെഫിസിറ്റ് ഡിസോർഡർ is a set of disorder in which the individual lacks a consideration or an emotion, understanding, or a lack of empathy towards others. അവർക്ക് മറ്റുള്ള ഒരാൾക്കാരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, അവരൊരു അവോയ്ഡിങ് നേച്ചർ ആയിരിക്കും. ദ ഹാവ് എ നേച്ചർ ഓഫ് അവോയ്ഡൻറ്റ് ബിഹേവിയർ, അങ്ങനെയുള്ള രീതിയിൽ. ദിസ് ഇസ് നോട്ട് എ ഡിസ്ക്രിപ്റ്റീവ് ഓർ സൈക്കോളജിക്കലി ഓർ മെഡിക്കലി ഡിസ്ക്രിപ്റ്റീവ് ടേം ടു ഡയഗ്നോസ് ആസ് എൻ എംപതി ഡെഫിസിറ്റ് ഡിസോർഡർ. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ടു ഹൈലൈറ്റ് ദ സെറ്റ് ഓഫ് ബിഹേവിയർ. സോ നമുക്കിതിൻ്റെ സിംറ്റംസിലോട്ട് കടക്കാം. The very first symptom is the person may lack emotional validation. ഇതെന്ന് പറഞ്ഞാൽ സ്വയം എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ അവർക്ക് അവരുടെ രീതിയിലുള്ള ഇമോഷണലി അവർ ഇൻവാലിഡ് ആയിരിക്കും, അവർക്ക് ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ആൾക്കാർ മറ്റുള്ള ആൾക്കാരോടും അതുപോലെ തന്നെ ആയിരിക്കും. ദ പേഴ്സൺ ഓൾസോ ഫീൽ അവോയ്ഡൻറ്റ്. ദ പേഴ്സൺ മേ ഓൾസോ ഫീൽ ലൈക്ക് ഐ ഹാവ് ടു അവോയ്ഡ് ദാറ്റ് പീപ്പിൾ, ലൈക്ക് ഐ ഡോണ്ട് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദം, ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അതായത് ദേ ആർ സോ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. അനദർ പോയിന്റ് വി ക്യാൻ ടോക്ക് അബൌട്ട് ഇസ് ലിമിറ്റഡ് പെർസ്പെക്റ്റീവ് ടേക്കിംഗ്. ദ ഇൻഡിവിജ്വൽ കുഡ് നോട്ട് ഹാവ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, respect others' perspective, others' thought patterns. Our India, our world is such a cosmopolitan nation. But there are so many individuals who can adapt to the situation. At the same way, there are some people who are less and who are very much lacking empathy or helping behavior in nature. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ഈ ലാക്ക് ഓഫ് എംപതി ഉള്ള ഈ ആൾക്കാർക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ലിമിറ്റഡ് പെർസ്പെക്റ്റീവ് ടേക്കിംഗ് എന്ന് പറയുന്നത്. വേറൊരാളുടെ പെർസ്പെക്റ്റീവ്, വേറൊരാളുടെ കാഴ്ചപ്പാടുകളെ അവർക്ക് സ്വയം അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യുന്ന കാര്യമാണ് സത്യം, ദാറ്റ് ഈസ് ഇനഫ്. അനദർ പേഴ്സൺസ് പെർസ്പെക്റ്റീവ് ഈസ് നോട്ട് കപ്പ് ഓഫ് ടീ, ദാറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ആ ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതി, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഈ ഒരു പോയിന്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. ആൻഡ് ദേ ആർ വെരി സെൽഫ് സെൻറ്റേർഡ് ഇൻ നേച്ചർ. സ്വാർത്ഥ മനോഭാവമുള്ള ആൾക്കാരായിരിക്കും. ദേ ആർ വെരി സെൽഫിഷ് ഇൻ നേച്ചർ. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു നാർസിസ്റ്റിക് ടെൻഡൻസി എന്നൊക്കെ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ വാട്ട് ഈസ് നാർസിസ്റ്റിക് ബിഹേവിയർ എന്നുള്ളത്. ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അവർ സ്വയം പറയത്തില്ല, അവർ ബാക്കിയുള്ളവരായിരിക്കും അധികം ബ്ലെയിം ചെയ്യുക. And they used to blame others rather than accepting is there is any fault in my behavior. Rather than apologizing, the person may put all the blames on others, like that sort of narcissistic behavior or manipulating behavior ആയിരിക്കും ആൾക്കാരുടേത്. പിന്നെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്സിലൊക്കെ നല്ലോണം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിഫിക്കൽട്ടി വിത്ത് സോഷ്യൽ സ്കിൽസ്. ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റൂല. ദേ വിൽ കീപ്പ് എ ബൗണ്ടറി വിത്തിൻ ദംസെൽഫ്. അവർ സ്വയം തന്നെ അവരിലേക്ക് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യും. And another point we can talk about is reduced emotional resonance. Reduced emotional resonance is a characteristic in which the person could not able to align with others person's feeling, understanding, or their basic perspectives, etc. They just could not able to catch up with them. So they will just go by themselves. It is their own world. ആൾക്കാർ അധികവും ബാക്കിയുള്ള ആൾക്കാരുടെ ബൗണ്ടറിയിൽ പോകത്തില്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ളവരുമായിട്ട് സെറ്റ് ആകത്തില്ല. ഒന്ന് പറയാൻ നീ നമ്മുടെ വൈബ് അല്ല എന്ന് പറയത്തില്ലേ, ആ ആൾ നമ്മുടെ വൈബ് അല്ലടോ എന്ന് പറയത്തില്ല. അതുപോലെ തന്നെ ആ ആൾക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ വൈബായിട്ട് സെറ്റ് ആകാൻ പറ്റത്തില്ല. അവർ കമ്മ്യൂണിക്കേഷൻ ഒരു സോഷ്യലി ഉള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കുറവായിരിക്കും. അതും നമുക്ക് പറയാൻ പറ്റും. അവർ അലൈൻ ചെയ്യാത്തൊരു ബിഹേവിയറാണ്. പിന്നെ അവർ ഒരു ഡിസ്മിസീവ് ആയിട്ടുള്ള, ഒരു മിനിമൈസ് ചെയ്യുന്നുള്ള അവോയ്ഡൻ നേച്ചർ ആയിരിക്കും. അധികം അവരൊരു അവോയ്ഡിങ് ടൈപ്പ് ഓഫ് ബിഹേവിയർ ആയിരിക്കും ആൾക്കാർക്ക് അധികം ഉണ്ടാവുന്നത്. നമുക്ക് പറയാൻ പറ്റും, ഇപ്പം സോഷ്യൽ സ്കിൽസ് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻസ്, അവർക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാവും. നമുക്ക് ടെൻഷൻ, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഉണ്ടാവും. കാരണം അവർക്ക് അവരെ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഇമോഷൻസിനെ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. They could not able to master their emotions. So before we are getting into anything in our life, or we are catching up anything, what we need to do, try to control your emotion first than your feelings, so that you can able to control everything. So നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക.
അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു കൺട്രോൾ അവർ സെൽഫ് ഫസ്റ്റ്. And if you're someone who's facing any sort of mental health issues or could not able to move on with her life, please feel free to contact to a mental health professional. So help will be always there for you guys. And thank you so much. If you're interested in any other sort of unique topics, please do comment on my comment section. And thank you.